നമസ്കാരം. മനക്കരുത്തും ഇച്ഛാശക്തിയും കൊണ്ട് പേരും പെരുമയും നേടിയ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതയാത്രയാണ് ഇന്നത്തെ ഫോക്കസിൽ. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ എല്ലാവരെയും സ്നേഹത്തോടെ ഫോക്കസിലേക്ക് സ്വാഗതം ചെയ്യും. നമസ്കാരം ഗഫൂർ സാഹിബ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വീട് എവിടെയാണ്? വീട് വണ്ടൂർ അടുത്തുള്ള കൂരാട് മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ വർക്ക് ചെയ്യണത് അഞ്ചച്ചോടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സീനിയർ ക്ലർക്കായിട്ട്. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? സ്കൂൾ വിദ്യാഭ്യാസം വാണിയമ്പലം ഹൈസ്കൂളിലായിരുന്നു. അവിടെ 8 മുതൽ 10 വരെ. ചെറിയ ക്ലാസ്സിലൊക്കെ എൻ്റെ നാട്ടിൽ തന്നെ GLP സ്കൂരിപ്പോയിലാണ് LP വിദ്യാഭ്യാസം. അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ തൊട്ടടുത്തുള്ള പാർലമെമ്പാട്ടുമൂല സ്കൂൾ GPS പാർലമെമ്പാട്ടുമൂലായിരുന്നു. ഇപ്പൊ ഒന്ന് AHS പാർലമെമ്പാട്ടുമൂലയാണ്. അവിടെയാണ് സ്കൂൾ. +2 കഴിഞ്ഞിട്ട് പിന്നെ ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ +2 പഠിച്ചത് ചുങ്കത്തറ മാർത്തമ്മ കോളേജിൽ. മാർത്തമ്മ കോളേജിൽ പഠിക്കണം എന്നുള്ളൊരു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് പ്രീ ഡിഗ്രി അന്ന് പ്രീ ഡിഗ്രിയാണ്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പിന്നെ എനിക്ക് മലയാളം എടുത്ത് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പൊ അത് അവിടെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കുറെ ദൂരം പോയി പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ വിദ്യാ കോളേജ് പൂക്കോട്ടുംപാടത്ത് മലയാളത്തിന് ചേർന്നിട്ടാണ് BA മലയാളം കംപ്ലീറ്റ് ചെയ്തോ? ശരി. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആദ്യമായി ഒരു നോവൽ എഴുതുക, എന്നിട്ട് അത് പുസ്തകമാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അക്കാലത്ത് ഇപ്പോഴത്ര ഒരു ഇതല്ലെങ്കിലും പോലും അക്കാലത്ത് അതൊരു അത്യാവശ്യം വലിയൊരു സംഭവമാണ് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ എന്താണ് നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്? അത് പറയുകയാണെങ്കിൽ സാറേ, അത് കുറച്ച് ഒരു വലിയ കഥയാണ്. ഞാൻ പരമാവധി ചുരുക്കി പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ എനിക്കധികം കൂട്ടുകാരുണ്ടായിരുന്നില്ല. സ്കൂളിലാണെന്നുണ്ടെങ്കിലും മദ്രസയിലാണെന്നുണ്ടെങ്കിലും ഒക്കെ അത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ പോകുന്നത് കൊണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാർ എൻ്റെ പുസ്തകങ്ങളായി തീർന്നു. വായനയും മറ്റു കാര്യങ്ങളൊക്കെ ആയി തീർന്നു. അങ്ങനെ വായനയിൽ നിന്നാണ് എനിക്ക് ഈ ഇത്തരത്തിലൊരു ചിന്ത. ധാരാളം വായിക്കുമായിരുന്നു അല്ലേ? ധാരാളം വായിക്കുമായിരുന്നു അന്നൊക്കെ. അന്ന് അതിനുള്ള സ്കൂൾ ലൈബ്രറികളിലുള്ള പുസ്തകങ്ങൾ കുറേയേറെ വായിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് ആരുടെ രചനകളാണ്? കൂടുതലും മലയാളത്തിലെ സാഹിത്യകാരന്മാരുടെ വൈക്കം മുഹമ്മദ് ബഷീർ, MT വാസുദേവൻ നായർ, അങ്ങനെയുള്ള. അത് കഥകളാണോ നോവലാണോ വായിക്കാൻ? കഥയും നോവലായിരുന്നു കൂടുതൽ അന്നൊക്കെ വായിച്ചിരുന്നത്. ആദ്യമായിട്ട് ഈ വായനയിലേക്ക് ശരിക്കും കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാള മനോരമ അല്ലേ, ഈ വീക്കിലി ഇല്ലേ, അതിലൂടെയാണ് കഥയുടെ ഒരു വായനയുടെ സുഖം അല്ലെങ്കിൽ വായനയുടെ ആസ്വാദനം എന്താന്നുള്ളത് മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു സമയമായപ്പോൾ അതിൽ നിന്നൊന്ന് മാറി മറ്റു സാഹിത്യകാരന്മാരുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ, MTയുടെ ഒക്കെ. അപ്പോൾ ഇതും അതും തമ്മിലുള്ള ഒരു വ്യത്യാസവും അതിൻ്റെ ഒരു ഇൻട്രസ്റ്റും ആ ഒരു വ്യത്യാസം മനസ്സിലായപ്പോൾ പിന്നെ അതിൽ നിന്ന് ഇതിലേക്ക് മാറി. പിന്നെ അത് വായന ഒരു ഭയങ്കര ഒരു പാഷനായിട്ട് തന്നെ എടുത്തു. അതങ്ങനെ വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഒന്ന് എഴുതി നോക്കിക്കൂടാ എന്നുള്ളൊരു ചിന്ത സ്വയം ഇങ്ങനെ വരുന്നത്. പക്ഷെ ആരോടും പറയൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ സ്വന്തമായിട്ട് നമ്മളൊരു തോന്നില്ല. അത് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു സമയത്തൊക്കെയാണ് അത്. ആ സമയത്താണ് പിന്നെ ഇങ്ങനെ ഒരു ചിന്ത വരുന്നതും. അത് ഞാൻ ആരും അറിയാതെ എൻ്റെ പുസ്തകത്തിൽ എൻ്റെ നോട്ട് ബുക്കിൽ കുറിച്ചിടുന്നതും. പിന്നെ അത് 2 വർഷം ഞാനത് ആരെയും കാണിച്ചില്ല. ഞാൻ തന്നെ എടുത്ത് ഞാൻ തന്നെ വായിക്കും. എന്നിട്ട് ഞാനത് ആരെയും കാണിക്കാതെ അവിടെ തന്നെ ഒളിച്ചു വെക്കും. പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അതായത് വാണിയമ്പലം ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മലയാള അധ്യാപകനുമായിട്ട് വളരെ അടുത്തൊരു ബന്ധം തോന്നിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വളരെ സ്വകാര്യമായിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട്, സാർ ഇതൊന്ന് വായിച്ചിട്ട് ഒരു അഭിപ്രായം പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ നോട്ട് ബുക്ക് അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം അത് വായിച്ചു. അദ്ദേഹം വായിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ട ഒരു പിന്നെ എന്താ പറയുക, പിന്നെ ഗഫൂർ ഇതങ്ങനെ വായിച്ചിട്ട് ഒരഭിപ്രായം പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒരു സാധനമല്ല, ഇത് ആളുകളിലേക്ക് എത്തണം, ഇത് ആളുകൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഞാൻ അങ്ങനെ ഇത് പുസ്തകമാക്കാൻ പറ്റുമെന്നോ ഇത് ആളുകളിലേക്ക് എത്തുമെന്നോ ഒന്നും വിചാരിച്ച് ചെയ്തൊരു സാധനമല്ല. അപ്പോൾ അദ്ദേഹം മുൻകൈ എടുത്തിട്ട്, ബൈജു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കൊല്ലത്തുകാരനായിരുന്നു. അദ്ദേഹം ഇന്നില്ല. എന്നാലും അദ്ദേഹം അത് സ്കൂൾ PTA അവതരിപ്പിച്ച് സ്കൂളിൻ്റെ എല്ലാ സഹകരണത്തോടും കൂടിയിട്ട് സ്കൂളുകാരും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് അത് സ്വന്തമായിട്ട് അച്ചടിച്ചിറക്കുകയാണ് ആ പുസ്തകം.
10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് അച്ചടിച്ചിറക്കിയതാ? സ്വന്തമായിട്ട് സ്കൂളിന്റെ സഹായത്തോട് കൂടി. ശരിയാ. നമുക്കൊന്നും അന്ന് അങ്ങനെ അത് കഴിയില്ലല്ലോ. ഫസ്റ്റ് തന്നെ അത് അടിക്കുന്നത് 5000 കോപ്പിയാ. ആലോചിച്ച് നോക്കണം. അപ്പോൾ സ്കൂളുകാർ സഹായിച്ചു, PTA അങ്ങനെയുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളും അത് അവരാണിത് ചെയ്തു തരുന്നത്. നമുക്കിത് ചെയ്യാൻ അറിയ പോലും ഇല്ലല്ലോ, ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ 15 രൂപയായിരുന്നു ആ പുസ്തകത്തിന്റെ വില. അത് സ്കൂൾ കുട്ടികളും പിന്നെ അത് എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളതാണ്. അത് വായിച്ചവരൊക്കെ. എന്താണ് ആ പുസ്തകത്തിലെ പ്രമേയം? എന്താണ്? ചെറു നോവലാണ്, ചെറിയൊരു നോവൽ, അമ്മയെ തേടി എന്നാണ് സംഗതി. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് പിന്നെ ഞാന് ആ കാലത്തൊക്കെ യാത്ര ചെയ്തത് കൂടുതലും ഹോസ്പിറ്റലിലേക്കായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് ഞാൻ പോവുക. ഒരു അസുഖത്തിന്റെ പ്രശ്നമുണ്ട്, ഹീമോഫീലിയ എന്നുള്ളൊരു അസുഖത്തിന്റെ പ്രശ്നമുണ്ട്. ആ ഹീമോഫീലിയ ഉണ്ട് എന്നുള്ളത് ഏത് പ്രായത്തിലാണ് അറിയുന്നത്? അതൊരു ജനിതക രോഗമാണ്. അതെ, ജനിതക രോഗമാണ്. അപ്പൊ അത് ഈ രക്തം പൊട്ടിയാൽ നിൽക്കാത്തതാണ്. രക്തത്തിൽ കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഫാക്ടർ 8, 9, 7 ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ എൻ്റെ ശരീരത്തിൽ ഫാക്ടർ 8 കുറവുള്ളത്. അപ്പൊ ആ സമയത്ത് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് തട്ടേ മുട്ടയൊക്കെ ചെയ്ത് മുറിയാവും, രക്തം നിൽക്കൂല, പ്രത്യേകിച്ച് പല്ലൊക്കെ. അത് നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഒരു അസുഖബാധിതനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ട്, ആ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലായി? എപ്പോഴേത് ചെറുപ്പത്തിൽ ഒരു 6 മാസം പ്രായമുള്ള സമയത്ത് ദേഹത്തൂടെ ഒരു ചുവപ്പ് കലർന്ന ഒരു നീല നിറം ഇങ്ങനെ ഓടി നടക്കുന്നതായിട്ട് മാതാപിതാക്കൾ, എൻ്റെ ഉമ്മയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കുമ്പോ അന്ന് മഞ്ചേരി ഒരു MP.K. മേനോനോ അങ്ങനെ എന്തോ ഒരു കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ്, അത് പറഞ്ഞ കേട്ടാണ് ഞാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ആണിത് എന്നെയും കൊണ്ട് പോകുന്നത്. അപ്പൊ അദ്ദേഹമാണത്ര ഇത് ഇങ്ങനെ ഒരു രോഗമുണ്ട്, ഹിമോഫീലിയ എന്ന് പറയുന്ന ഒരു രാജകീയ രോഗമുണ്ട്, മേ ബി ഇത് അതായിരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് പിന്നെ അതിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്നതും അത് സ്ഥിരീകരിക്കുന്നത്. കോഴിക്കോടും പോയിട്ട് അവരും അതന്നെ പറഞ്ഞ്, പക്ഷെ വെല്ലൂരൊക്കെ പോയി പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് അതന്നെയാണെന്നില്ല സ്ഥിരീകരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ, എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അങ്ങനെ ഉള്ള സമയത്ത് നമ്മള് മെഡിക്കൽ കോളേജിലേക്കാണ് യാത്ര, ഞാനും എൻ്റെ വാപ്പിയും. ഞങ്ങൾ ഈ പ്രശ്നമുള്ള സമയത്ത്, വേദനയുള്ള സമയത്ത് നേരെ മെഡിക്കൽ കോളേജിൽ. ശരീരത്തിൽ വേദനയാണ് ഉണ്ടാവുക, സന്ധികളിൽ വേദന വരും. സന്ധികളിൽ ഇപ്പോൾ കാലിന്റെ മുട്ട്, കൈയിന്റെ മുട്ട്, നെരിയാണി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വേദന വരും. അവിടേക്ക് ബ്ലഡ് വന്ന് കൂടുകയാണ്, സ്വെല്ലിങ് വരികയാണ്. സ്വെല്ലിങ് വരുമ്പോൾ അപാരമായിട്ടുള്ള വേദന ആയിരിക്കും. പിന്നെ കുട്ടിയായിരിക്കുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ, നമുക്ക് വേദന സഹിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ അവരെന്താ ട്രീറ്റ്മെന്റ് അവർ എൻ്റെ ഗ്രൂപ്പിലുള്ള ബ്ലഡ് കയറ്റും. കാരണം എന്ത് ഗ്രൂപ്പാ? AB പോസിറ്റീവ്. ആണോ? ഓക്കെ. അപ്പോൾ ആ ബ്ലഡ് കയറ്റുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഇല്ലാത്ത ആ ഘടകം കയറല്ലേ. അപ്പൊ താൽക്കാലികമായിട്ട് ശമനം കിട്ടും, ഞങ്ങൾ പോരും. പിന്നെ അടുത്ത ആഴ്ച എവിടെയെങ്കിലും തട്ടിമുറിയാകുമ്പോൾ നമ്മൾ വീണ്ടും പോകും. വളരെ ചെറുപ്പത്തില് ശൈശവവും ബാല്യവും ഒക്കെ വലിയ പ്രശ്നം തന്നെ. അത് കുറച്ച് നല്ല പ്രശ്നമായിരുന്നു, നല്ല പ്രശ്നം. അപ്പൊ അങ്ങനെ ആ ഒരു യാത്രയിലാണ് ഈ അമ്മയെ തേടി എന്ന് പറയുന്ന പിന്നെ ആ നോവലിലെ കഥാപാത്രങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ അങ്ങനെ ചിന്തിക്കും പോകുമ്പോൾ, നമ്മുടെ നാട്ടിൽ നിന്ന് പിന്നെ അമ്മയെ അന്വേഷിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഒരു കുട്ടി, ഒരു കുട്ടി, അവനും അവൻ്റെ പെങ്ങളും കൂടി. അപ്പോൾ അമ്മ അവിടെ അഡ്മിറ്റാണ്. ആ അമ്മയെ അന്വേഷിച്ചിട്ട് ചെറിയ 2 കുട്ടികൾ, ഒരു 5 വയസ്സും ഒരു 8-9 വയസ്സും പ്രായമുള്ള ഒരു ആങ്ങളെയും പെങ്ങളും കൂടി നാട്ടിൽ നിന്ന് പോകുന്നതാണ് അതിൻ്റെ ത്രെഡ്, തുടക്കം. പിന്നെ അവരനുഭവിക്കുന്ന കാര്യങ്ങൾ, അവരെങ്ങനെ അവിടെ പോകാനുണ്ടായ സാഹചര്യം, അവരുടെ യാത്ര. അങ്ങനെ ഉള്ള ഒരു പ്രമേയം നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഒരു പരിചയത്തിൽ ഉണ്ടായിരുന്നു? ഇല്ല, എന്റെ മനസ്സിൽ എൻ്റെ ഒരു കാരണം അതിപ്പോ എന്തോ അങ്ങനെ തോന്നി. പിന്നെ കുറെ പ്രത്യേകിച്ചും ഈ ബാലപ്രസിദ്ധീകരണങ്ങൾ, ബാലരമ, ബാലമംഗളം, അതൊക്കെ ആയിരുന്നല്ലോ കുട്ടികളുടെ, പൂമ്പാറ്റ, അതൊക്കെ. അതിലെ നോവലുകൾ സ്ഥിരമായിട്ട് ഞാൻ വായിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ വെറുതെ തോന്നുകയാണ്, എനിക്ക് എന്താ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്ന് ആരും അറിയാതെ ഉള്ളിലുള്ള ഒരു തോട്ട്. അങ്ങനെ അതിൽ നിന്നാണ് അമ്മയെ തേടി മുത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, 5 വയസ്സുള്ള പ്രദീപ് എന്ന് പറയുന്ന അവൻ്റെ ആങ്ങളെയും കൂടിയിട്ട് അമ്മയെ അന്വേഷിച്ച് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതും. അതിൽ അവർ ആ യാത്രയിൽ, അങ്ങോട്ടുള്ള യാത്രയിലും തിരിച്ചുള്ള യാത്രയിലും ഒക്കെ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അതാണ് അതിന്റെ ഇതിവൃത്തം. ആ പുസ്തകം 5000 കോപ്പി അടിച്ചു, നാട്ടുകാർ അത് ഏറ്റെടുത്തു. അങ്ങനെയാണ് സ്കൂളുകളിലൂടെ ഇവിടുന്ന് HM-ന്റെ ഒരു കത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങളെ സ്കൂളിൽ ഒരു കുട്ടി എഴുതിയ പുസ്തകമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെറിയ വിലയല്ലേ ഇട്ടിട്ടുള്ളൂ, അപ്പോൾ നിങ്ങളതൊന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞാണ്ട്
അവിടെ പല സ്കൂളുകളിലൂടെ ഈ പുസ്തകം എത്തിച്ചു. 30,000-ലധികം കോപ്പികൾ ആ പുസ്തകം വിറ്റുപോയിട്ടുണ്ട്. വെരി ഗുഡ്. അത് അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ഭയങ്കര ഊർജം തന്നു. എന്നെ എഴുത്തിലേക്ക് ഇനി ഇത് കുഴപ്പമില്ല, എനിക്കിത് പിന്നെ ഇനി എഴുതാം എന്നുള്ള ഒരു ഊർജം. ഒരുപാട് കത്തുകളും ഒരുപാട് അത് സത്യത്തില് അവനാന്റെ അവശതകൾ മറക്കാനും കൂടി വലിയൊരു അത് കണ്ട് വിട്ടിട്ട് വരികയാണല്ലോ. തീർച്ചയായിട്ടും അതാണ് വലിയൊരു പോസിറ്റീവായി. തീർച്ചയായിട്ടും അതൊരു വലിയൊരു പോസിറ്റീവായി. ആ സമയത്ത് തന്നെ നമുക്കത് അങ്ങനെ അക്ഷരങ്ങൾ കൂട്ടുപിടിക്കാൻ പറ്റിയതും അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ അതിനുശേഷം അതിൻ്റെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ആലോചിച്ചു. അത് അന്ന് മനസ്സിലതില്ല. പിന്നെ പലരും ചോദിച്ചു ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ PDC പഠിക്കുന്ന സമയത്ത് പിന്നെ അമ്മയെ തേടിയുടെ സെക്കൻഡ് പാർട്ടായിട്ട് ഉടപ്പിറപ്പുകൾ എന്ന് പറയുന്ന അമ്മയെ തേടി അവസാനിക്കുന്നത് പിന്നെ ഈ 2 കുട്ടികളും ഈ സമൂഹത്തിൽ ഞങ്ങൾക്കിനി ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്തയോടുകൂടി അവർ ഒരു പുഴയിലേക്ക് എടുത്ത് ചാടുന്നിടത്താണ് അവസാനിക്കുന്നത്. എടുത്ത് ചാടി അങ്ങനെ തീരെയായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, അവർ പുഴയിലൂടെ ഒഴുകിപ്പോയി 2 സ്ഥലത്ത് പൊങ്ങി. എന്നിട്ട് ഈ കുട്ടികൾ രണ്ടിടത്ത് വളരുന്നതും അവർ കണ്ടുമുട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് ഉടപ്പിറപ്പിൽ പറയുന്നത്. അപ്പൊ എനിക്ക് അതിലൊക്കെ ഒരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഉടപ്പിറപ്പുകൾ എഴുതുമ്പോ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിങ്ങള്? PDC 98-ലാണത്. അപ്പൊ അതില് MD വാസുദേവൻ നായരുടെ ഒരു അവതാരിക കുറിപ്പ് കിട്ടിയെന്നുള്ളത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതേപോലെ അമ്മയെ തേടിക്ക് MI തങ്ങളാണ് അവതാരിക എഴുതിയത് കേട്ടോ. അതും തന്നെ അദ്ദേഹത്തിന്റെ കാച്ചി കുറുക്കിയ വരികള്, അതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ദൈവത്തിന്റെ ഒരു ഈ ഇമോഫിയിലേക്ക് 2-3 വകഭേദങ്ങളുണ്ട്, ABC എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറൈസ്. അതായത് മൈൽഡ്, നമ്മുടെ ശരീരത്തില് പിന്നെ ഈ ഫാക്ടർ 8 എന്ന് പറയുന്ന സാധനത്തിന്റെ കുറവ് എത്രത്തോളം ഉണ്ട്, എത്ര ശതമാനം. അപ്പോൾ എനിക്ക് അതിനനുസരിച്ചാണ് അതെ മൈൽഡ് A-B എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്റേത് A ആണ്, അതായത് <1% ആണ് എന്റേത്. അപ്പോൾ വലിയ രീതിയിൽ തന്നെയാണ്. കുറച്ച് ശതമാനമൊക്കെ ഉള്ള ആളുകളത് B ആയിട്ട് മാറും. അവർക്ക് അത്രത്തോളം വലിയ പ്രയാസം ഉണ്ടാവില്ല. പിന്നെ C അങ്ങനെയാണല്ലേ. ഏതാണ്ട് ഞാൻ കേരളത്തിൽ ഏതാണ്ട് 1800-ഓളം പേര് ഇങ്ങനെ ഈ അസുഖമായിട്ടുള്ളവരുണ്ട്. ഇതിനൊരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ. ഉണ്ട്. ഇതിപ്പോ കുന്നംകുളത്ത് ഒരു ചാപ്റ്റർ, ഇമോഫീലിയ ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഞാനൊക്കെ അവിടെ ആയിരുന്നു ഫസ്റ്റ്, അവിടുത്തെ 10ാമത്തെ മെമ്പർ ആയിരുന്നു ഞാൻ. അവിടെ ഒരു രഘുനന്ദൻ ഉണ്ടായിരുന്നു, അതിന്റെ സെക്രട്ടറി, അതിന്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അദ്ദേഹത്തിന്റെ മകൻ ഇതായിരുന്നു അസുഖം. അദ്ദേഹപ്പോ മരിച്ചു. അങ്ങനെ ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലക്ക് അങ്ങനെ പ്രവേശനം നടത്തി കഴിഞ്ഞു. അതെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് താങ്കൾ ധാരാളം പാട്ടുകൾ എഴുതുന്ന ആളാണെന്ന്, അല്ലേ? അങ്ങനെ അത് കൂടാതെ പാട്ടുകൾ എഴുതിയിട്ട് സ്വന്തമായി പാട്ട് എഴുതി സംഗീത സംവിധാനം ചെയ്യണോ ചെയ്യുന്നത്? ആദ്യം അതിലേക്ക് വരുന്നത് ഒരു സമയത്ത് ഇപ്പം നമ്മളെ പിന്നെ ആൽബങ്ങളൊക്കെ കത്തി നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരുപാട് കാസറ്റുകൾ, CD-കളൊക്കെ ഒരുപാട് ഇങ്ങനെ. ആ സമയത്തുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ബാല്യകാലസഖി അതിനെ ആസ്പദമാക്കിയിട്ട് ബാല്യകാലസഖി എന്ന പേരിൽ തന്നെ ഒരു ആൽബം ചെയ്യാം എന്നുള്ളൊരു സുഹറയും മജീദും ഒക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ആ ഒരു പുസ്തകം ഒരു 5 മിനിറ്റിലേക്ക് ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി നോക്കിയതാണ്. അതിൽ എൻ്റെ സുഹൃത്താണ് അതിന് സംഗീതം നൽകിയിട്ടുള്ളത്. 8 പാട്ടുകളുള്ള ഒരു ആൽബമായിരുന്നു തുടക്കത്തിൽ. അപ്പോൾ വിധു പ്രതാപ്, അഫ്സല്, രഹ്ന, കൊല്ലം ഷാഫി, പിന്നെ ഞാന്, എന്റെ സുഹൃത്ത്, ഇങ്ങനെ കാര്യപ്പെട്ട ആളുകൾ എല്ലാവരും പാടിയിട്ടുണ്ട് അന്ന്. അത് പിന്നെ ഒരുപാട് ആളുകളിലേക്ക് അത് എത്താൻ പറ്റാതെ പോയത് അന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ അത്രത്തോളം ഇല്ല, യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഒരു CD ഇറക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ എന്താവും, ഫുട്പാത്തിൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. എന്റെ സാധനം തന്നെ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് മഞ്ചേരി ബസ് ഇറങ്ങി നോക്കുമ്പോൾ ബാല്യകാലസഖി നിരന്ന് കിടക്കണം, അത് ഇറങ്ങിയ ഉടനെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഗതിയായിരുന്നു അത്. പക്ഷെ അതിന് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പറഞ്ഞ ആളുകളൊക്കെ വളരെ പ്രശസ്തരായ പാട്ടുകാരാണ് ഇപ്പൊ. അന്നും അവര് നല്ല ഇപ്പൊ ആ സമയം എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ടാമത് റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചൂടെ?
റിലീസ് ഒന്ന് ചെയ്യാൻ 2-3 കാര്യങ്ങളതിലുള്ള. ഒന്ന് ഇവരൊക്കെ പാടിയ പാട്ടാണ്. അതെ 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 രണ്ടാമത്തത് ബാല്യകാല സഖി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏറ്റവും പ്രശസ്തമായ അതെ 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 പുസ്തകങ്ങൾ. എല്ലാ അതെ. പുസ്തകങ്ങളും ഓ മെച്ചപ്പെട്ടതല്ല, അതെ പക്ഷെ അതെ അതെ അതെ. ബാല്യകാല സഖിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് അത് ആളുകളുടെ അതിന്റെ മലയാളികളുടെ ഒരു വീഡിയോ, ആ പാട്ട് മാത്രം ഞങ്ങൾ അന്ന് കുറച്ച് ക്യാഷ് ഒക്കെ മുടക്കിയിട്ട് തന്നെ വിഷ്വൽ ചെയ്തിരുന്നു. അത് നല്ല രീതിയിൽ ആളുകളൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇതായിരുന്നു അത്. പിന്നെ വിധു പ്രതാപും രഹനയും കൂടിയിട്ടാണ് അതിൽ പാട്ട് പാടിയിട്ടുള്ളത്. ഞാൻ വേണമെങ്കിൽ അതിന്റെ ഒരു 2 വരി ഒന്ന്. ഊത്തുപള്ളിയിലന്നു നമ്മൾ ഒത്തൊരുമിച്ചോതിടുമ്പോൾ ഓർത്തു ഞാൻ നിൻ കൽബിലുണ്ടൊരു മുഹബത്തിൻ പൂവ്. ചെമ്പരത്തിച്ചോട്ടിലന്ന് ഒത്തു കളിച്ചിടും നേരം ഓർത്തു ഞാനന്നു നിന്റെ മാരനാണെന്ന്. നീ എന്നും എൻ്റെ ബാല്യകാല സഖിയാണടി, ഞാനെന്നും നിന്റെ മാത്രം മജീദാണടി. ഒത്തുപള്ളിയിലന്നു നമ്മൾ ഒത്തൊരുമിച്ചോതിടുമ്പോൾ ഓർത്തു ഞാൻ നിൻ കൽബിലുണ്ടൊരു മുഹബത്തിൻ പൂവ്. വളരെ മനോഹരമായ വരികളാണത്. ഇപ്പൊ ആദ്യത്തെ 2 പുസ്തകത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ ഒരു സംസ്ഥാന അവാർഡ് കഥാപുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതേത് പുസ്തകത്തിനായിരുന്നു? അതിപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്ത ഒരു പുസ്തകം കരിങ്കൽ പൂവ് എന്ന് പറയുന്ന പുസ്തകമാണ്. അത് അബുദാബിയിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ പ്രകാശന കാര്യങ്ങളൊക്കെ. അതായത് ഷാർജ ഇന്റർനാഷണൽ പുസ്തകോത്സവത്തിൽ വെച്ചിട്ടായിരുന്നു. അതിനാണ് സംസ്ഥാന സർക്കാരിന്റെ കഥാപുരസ്കാരം കിട്ടുകയുണ്ടായത്. അതെനിക്ക് വലിയൊരു ഊർജ്ജമാണ് ഈ ഒരു മേഖലയിൽ നടക്കാനുള്ള. അതാരാ പ്രസാധകരായിരുന്നു? ഗ്രീൻ ബുക്സ് ആയിരുന്നു. അപ്പൊ അതിന്റെ മുമ്പ് വേറൊരു ബുക്ക് കൂടി ഇല്ലേ? നിലാവിന്റെ നാട്ടിൽ നിന്ന് എന്ന് പറയുന്ന ഒരു കഥാസമാഹാരത്തിന് മുമ്പ് ഒലീവ് പബ്ലിക്കേഷൻ, നമ്മളെ മുനീർ സാഹിബിന്റെ അവര് പ്രസിദ്ധീകരിച്ചു. മൊത്തം 4 പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? ഓക്കെ. ഇതുവരെ ഇപ്പൊ എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ടാവും? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ കൃത്യമായിട്ട് എന്തായാലും ഒരു 10-30-35 എഴുതിയിട്ടുണ്ടാവും. കാരണം ആകാശവാണിയിലേക്കൊക്കെ എഴുതിയിരുന്നു, അതേപോലെ ടെലിഫിലിമുകളിലേക്ക് എഴുതിയിരുന്നു, പിന്നെ ആൽബമായിട്ട് ഓരോരുത്തർക്ക് വരുമ്പോൾ അവർക്ക് എഴുതി കൊടുക്കും. അങ്ങനെ ഈ അടുത്ത് താങ്കളും മകളും കൂടി അഭിനയിച്ചൊരു പാട്ടിന്റെ വരികൾ ഓർമ്മല്ലേ? ഓ ഓ ഓ അത് ദീപു ചൈത്രാണ് അതിന്റെ പിന്നെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. അപ്പോൾ അതാണ് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ഒരു ആൽബം ആയിട്ടുള്ള ഒരു സാധനം. വെറുതെ ഇരിക്കുന്ന നേരത്തു നീയൻ ചാരത്തു വന്നിരുന്നു, ഒരു തങ്കക്കിനാവ് തന്നു, നമ്രമുഖിയായി തുടുത്തു നിന്നു, എന്തോ പറയാൻ മറന്ന പോൽ നിന്നു. വെറുതെ ഇരിക്കുന്ന നേരത്തു നീയൻ ചാരത്തു വന്നിരുന്നു, ഒരു തങ്കക്കിനാവ് തന്നു, നമ്രമുഖിയായി തുടുത്തു നിന്നു, എന്തോ പറയാൻ മറന്ന പോൽ നിന്നു, എന്തോ പറയാൻ മറന്ന പോൽ നിന്നു. ഈ പാട്ടിലെ വരികളിലൊക്കെ പ്രണയം വല്ലാതെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നിങ്ങൾ എഴുതിയതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? ഞാൻ എഴുതിയതിൽ വേറെ ഞാൻ തന്നെ ചെയ്ത ഒരു ഗസൽമാരിലുള്ള ഒരു സാധനം, നമ്മളെ ബാല്യകാലത്തിലേക്ക് പോകുന്നൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആ കോവിഡ് സമയത്ത് സ്കൂൾ കുട്ടികളുടെ ഒരു പ്രയാസത്തെ കുറിച്ചുള്ള പാട്ട്, എല്ലാ വിഷയവും അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ബാല്യകാലത്തിലേക്കുള്ള ഒരു സാധനത്തിന്റെ 4 വരി ഒന്ന് പാടാം. പരൽ മീൻ പിടിച്ചന്ന് പളുങ്ക് പാത്രത്തിലിട്ട് പാത്തിരുന്ന് കൗതുകമിൽ പുഞ്ചിരി പൂണ്ട്, നിന്റെ പാലൊളിയും പൂമിഴിയിൽ മാരിവിൽ കണ്ട്, പാരിൽ പല കുറി ഞാൻ നിന്നെയോർത്ത് കിനാവും കണ്ട്, പരൽ മീൻ പിടിച്ചന്ന്
പളുങ്ക് പാത്രത്തിലിട്ട് പാത്തിരുന്ന് കൗതുകമിൽ പുഞ്ചിരി പൂണ്ട് നിന്റെ പാലൊളിയും പൂമിഴിയിൽ മാരിവിൽ കണ്ട് പാരിൽ പല കുറി ഞാൻ നിന്നെയോർത്ത് കിനാവും കണ്ട്. മലയാളത്തിൽ ഇഷ്ടപ്പെട്ട ഒരു സംഗീത സംവിധായകൻ ആരാണ്? മലയാളത്തിൽ ഇഷ്ടപ്പെട്ട സംഗീത സംവിധാനം ഒറ്റയടിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് ബാബുക്കയാണ്. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ, ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോ ചെവിയിൽ മൂളാൻ. ഗാനമേള ട്രൂപ്പിലൊന്നും പോകാറില്ല ഗഫൂർ അല്ലേ? ട്രൂപ്പിലൊന്നും പോകാറില്ല. അവസരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, പിന്നെ അങ്ങനെ പോവാൻ ഇപ്പൊ ഈ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ. പിന്നെ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. വൈഫിന് ജോലി ഉണ്ടോ? വൈഫിന് ജോലിയില്ല, ഹൗസ് വൈഫാണ്. എത്ര മക്കളാ? എനിക്ക് 3 പേരാണ്. മൂത്ത കുട്ടി +2, പിന്നെ മൈലാഞ്ചി എന്ന് വിളിക്കും ഞാൻ. പിന്നെ 8ാം ക്ലാസ്സിൽ മൈലാഞ്ചി ഹന്ന മെഹർ എന്നാണ് പേര്, പക്ഷെ മൈലാഞ്ചി എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങളെ എല്ലാവരും വിളിക്കുന്നതും ഇപ്പോൾ അറിയപ്പെടുന്നതും ഒക്കെ. അതേപോലെ പിന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മൈന, അവളുടെ പേര് അലീന ഗഫൂർ. പിന്നെ ഇപ്പോൾ ഒരു റംസാനും കൂടി വന്നിട്ടുണ്ട്, ആൺകുട്ടി 1.5 വയസ്സ്. ഇപ്പൊ 2 മക്കൾ ആരെങ്കിലും ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന? മക്കള് 2 പേരും പാടും, കുഴപ്പമില്ലാതൊക്കെ പാടും, എന്റെ കൂടെ നിൽക്കും. അവർക്ക് പിന്നെ പരീക്ഷ തിരക്കിലൊക്കെ ആയതുകൊണ്ടാണ്. 2 പേരും പഠിച്ചിട്ടൊന്നുമില്ല, ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അപ്പാന്റെ കൂടെ അവർ ഉണ്ട്. വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പെരുന്നാൾ സന്ദേശം കൊടുക്കുക? പെരുന്നാൾ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ സാർ പറയാ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പോക്ക് നമുക്കൊക്കെ അറിയാലോ. അപ്പോ മനുഷ്യനെ സ്നേഹിക്കുക, മതം ഒന്നും നോക്കാതെ മനുഷ്യ നന്മ ഉണ്ടാവട്ടെ എന്ന് മാത്രം, അത് പ്രധാനമായിട്ട് എടുക്കുക. പിന്നെ എനിക്ക് പ്രേക്ഷകരോട് ഒപ്പം പറയാനുള്ളത്, എൻ്റെ ഒരു ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് പറയാനുള്ളത്, എനിക്ക് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേദനകളെ പ്രണയിക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. അതാണ് എൻ്റെ ജീവിത വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. വേദനകൾ ഏത് തരം വേദനകളും ആവാം, ഏത് തരം വേദനകളാണെന്നുണ്ടെങ്കിലും അവയെ ഉൾക്കൊള്ളാനും അവയെ പ്രണയിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു പാഠം. നിങ്ങളെപ്പോലെ ഇങ്ങനെ പല പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ അല്ലെങ്കിൽ തളർന്നു പോകുന്ന, മനസ്സ് തളർന്നിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വാസ്തവത്തിൽ നിങ്ങളൊരു പാഠപുസ്തകമാണ്. നിങ്ങളെയാണ് അവർ പഠിക്കേണ്ടത്. മനസ്സിൻ്റെ കരുത്ത്, ഇച്ഛാശക്തി കൊണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളെ ആസ്വദിക്കാൻ ആളുകളുണ്ട് ഇപ്പോൾ. നിങ്ങൾ എഴുതുന്ന പാട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന പുസ്തകങ്ങൾ നിങ്ങളെ ആസ്വദിക്കാൻ ആളുകളുണ്ട്. അത് ഒരു വലിയ ഭാഗ്യമാണല്ലോ സത്യത്തിൽ. അത് വലിയ ഭാഗ്യമാണ്. അതിൽ എനിക്ക് ഒരു പ്രേക്ഷകൻ ഉണ്ടായാൽ മതി എനിക്ക്, മനസ്സിലായോ? പിന്നെ എൻ്റെ പ്രേക്ഷകൻ ഞാൻ തന്നെയാണ്. ഞാൻ എന്നെ ആസ്വദിക്കണം. എൻ്റെ എഴുത്താണെന്നുണ്ടെങ്കിലും വരയാണെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നും പറയാൻ കൂടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ചിത്രങ്ങള് വർണ്ണങ്ങള് അക്ഷരങ്ങള് ഇത് തന്നെയാണ്. വരക്കും. എന്ത് ടൈപ്പ്? ഞാൻ വാട്ടർ കളർ ചെയ്യും, ഓയിൽ പെയിന്റ് ചെയ്യും. ഇതിൽ സംസ്ഥാന തലം വരെ മത്സരിച്ചിട്ടുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് തന്നെയായിരുന്നു. 2-3 വർഷത്തോളം അന്ന് കലാതിലകവും കലാപ്രതിഭയുമാണ്. അപ്പൊ എന്റെ സ്കൂളിൽ വാണിയമ്പലത്ത് ഞാനായിരുന്നു കലാപ്രതിഭ. അങ്ങനെയൊക്കെ ഒരുപാട് കലാവല്ലഭനാണ്, ദൈവം തന്നതാണ്. അതായത് ഇപ്പൊ ഞാനൊരു വായിച്ചിട്ടുണ്ട്, നമുക്ക് പിറവിൽ തന്നെ ദൈവം ഒരു താക്കോല് തരുന്നുണ്ട്. ആ താക്കോല് കൊണ്ടാണ് നമ്മൾ സ്വർഗത്തിന്റെ വാതിലും തുറക്കുന്നത്, നരകത്തിന്റെ വാതിലും തുറക്കുന്നത് എന്ന് പറഞ്ഞ പോലെ എനിക്ക് അത് ദൈവം രണ്ടും തന്നിട്ടുണ്ടാവാം. അപ്പൊ അതിലുള്ള അങ്ങനെ ഈ അസുഖം കാരണമാണ് എനിക്കിങ്ങനെ ആവാൻ കഴിഞ്ഞതെന്ന് തോന്നുന്നുണ്ട് അപ്പോഴെങ്കിലും. അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രതിസന്ധി, ഇതിനെ അതിജീവിക്കണം എന്നുള്ള നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അതിജീവിക്കാൻ ഉണ്ടാവണം. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മനുഷ്യന് ഒരു കാര്യമില്ലല്ലോ. എനിക്ക് അതിജീവിക്കാൻ ഒരു സാധനം ഉണ്ട്, ഞാൻ അതിനെ അതിജീവിക്കുകയും ചെയ്യും. അതായത് ഒരു പ്രതിസന്ധി തരുമ്പോൾ ദൈവം അതിനുള്ളൊരു മാർഗം എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും. അത് എന്നെ സംബന്ധിച്ച് മാത്രമല്ല എല്ലാവർക്കും. പക്ഷേ ചില ആളുകൾ എന്ത് ചെയ്യും, അത് കണ്ടെത്തൂല, അതിലങ്ങോട്ട് തളർന്നടിഞ്ഞു പോവും. എനിക്കത്
എൻ്റെ കുടുംബത്തിൻ്റെയും പിന്നെ എൻ്റെ അധ്യാപകരുടെയും എൻ്റെ കൂട്ടുകാരുടെയും ഒക്കെ ഫുൾ സപ്പോർട്ട്, കുടുംബത്തിൻ്റെ സപ്പോർട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, എൻ്റെ അനിയൻ. സാർ അതിലേക്കൊന്നും കടക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ ചുങ്കത്തറ മാർത്താമ്മ കോളേജിൽ പോയി നിന്നതും പഠിച്ചതും എൻ്റെ അനിയനായിരുന്നു എന്നെ എൻ്റെ ഉപ്പയെ പോലെ കൊണ്ടുവന്നിരുന്നത്. അതൊന്നും എനിക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം അനിയനൊരു ബൈക്ക് വാങ്ങിക്കൊടുക്കുക. അനിയന് അതെ ബൈക്ക് M80. കാരണം അവന് പ്രായമായിട്ടില്ല, എന്നിരുന്നാൽ പോലും അവന് പിന്നെ ഡ്രൈവിംഗ് പഠിച്ച് എന്നെ കൊണ്ടുപോവുക ചെയ്തിരുന്നത്. എനിക്ക് വണ്ടി ഓടിക്കാൻ വലിയ കടപ്പാടാണ്. അത് പറയണ്ട. ഞങ്ങള് ബ്രദേഴ്സ് മാത്രല്ല, ഞങ്ങൾ അത്രയും അടുത്ത ഫ്രണ്ട്സ് ആണ്, പിന്നെ അനിയനിപ്പോ ഖത്തറിലുള്ളത്. അപ്പോ എനിക്ക് പ്രധാനപ്പെട്ടായിട്ടുള്ളത് എൻ്റെ ഇടം കണ്ണും വലം കണ്ണുമായിട്ട് അപ്പുറം നിൽക്കാൻ എൻ്റെ അനിയനും ഉപ്പയുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പൊ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഒരു ഹാൻഡികാപ്ഡ് ആയിട്ടുള്ള ആള്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ അങ്ങനെ എന്തെങ്കിലും ഒരു കുറവ്, ഒരു പരിമിതി ഉള്ള ആളുകളെ ചില കുടുംബങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെ കൂട്ടിലിട്ടത് അതേപോലെ പുറം ലോകം കാണിക്കാതെയൊക്കെ അവർക്കൊരു അവരെ സ്റ്റാൻഡേർഡിന് കോട്ടം തട്ടും എന്നുള്ള രൂപത്തിലൊക്കെ പലരും കാണുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ധാരാളം അവസരങ്ങളുണ്ട്. ഇഷ്ടംപോലെ, നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. ഇനി അവസാനമായിട്ട് പെരുന്നാളിന് വേണ്ടി ഒരു 4 വരി പാട്ടുകൂടി പാടാം. പെരുന്നാളിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ചെയ്തു വെച്ച ഒരു ചെറിയൊരു സാധനമാണ്. ആ പാട്ടിന്റെ ഒരു 4 വരി ആയിക്കോട്ടെ. മാനത്തമ്പിളി മാനവ സ്നേഹം കാത്തു ചൊരിഞ്ഞപ്പോൾ, മണ്ണിൽ ചെറിയ പെരുന്നാൾ സുദിനം പൂത്തുവിരിഞ്ഞല്ലോ. മാനത്തമ്പിളി മാനവ സ്നേഹം കാത്തു ചൊരിഞ്ഞപ്പോൾ, മണ്ണിൽ ചെറിയ പെരുന്നാൾ സുദിനം പൂത്തുവിരിഞ്ഞല്ലോ. തരുനിരകൾക്കിടയിൽ ശൗവാലിൻ തുള്ളി തെളിഞ്ഞപ്പോൾ, തരിവള പോലും തക്ബീർ ഗാനം കയ്യിലണിഞ്ഞല്ലോ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. ഫോക്കസിൽ വന്ന് സാറുമായിട്ട് സംസാരിക്കാനും പ്രേക്ഷകരുമായിട്ട് എൻ്റെ അനുഭവം പങ്കിടാനും സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. നന്ദി. ഫോക്കസിൻ്റെ ഫ്ലോറിൽ ഇന്ന് നമ്മൾ ഗഫൂറിൻ്റെ ജീവിതാനുഭവങ്ങളാണ് പങ്കുവച്ചത്. പ്രേക്ഷകർ ഇതുവരെ നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഫോക്കസിൻ്റെ ടീം നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ എല്ലാവർക്കും ഫോക്കസിൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുന്നു.